അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബഹുമാനനായ കുഴിപ്പുറം സുല്ലമി അദ്ദേഹത്തിൻ്റെ വാദമായി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച വിഷയം സിഹിറിന് പ്രതിഫലനമുണ്ട് എന്ന വിശ്വാസം, അതായത് സിഹിറിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ വാദമായി രേഖപ്പെടുത്തിയത്. അത് പറയാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു, സിഹിറിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസം അത് ശിർക്കൻ വിശ്വാസമല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ, പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ അത് ഹാജരാക്കണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. എൻ്റെ കഴിഞ്ഞുപോയ സംസാരത്തിൽ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരായ ആളുകൾ അവർ എഴുതി വച്ചിരിക്കുന്ന അഖീദയുടെ ഗ്രന്ഥങ്ങൾ, എഴുതി വച്ചിരിക്കുന്ന തഫ്സീറുകൾ, അതോടൊപ്പം തന്നെ എഴുതി വച്ചിരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ, അവിടെയെല്ലാം ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു. ബഹുമാനനായ കുഴിപ്പുറം സുല്ലമി ഞാൻ ഇവിടെ ഉദ്ധരിച്ച ആ തെളിവുകളെ ഖണ്ഡനം നടത്തുവാനോ അതിന് മറുപടി പറയാനോ സമയം കണ്ടെത്താതെ എന്നെ അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ സമയം ചിലവഴിക്കുന്നത്. അതായത് ഞാൻ ഒരു മൊരടനാണ് എന്നാണ്. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ നടത്തിയ കഴിഞ്ഞുപോയ സംവാദത്തിൽ അദ്ദേഹം എനിക്കൊരുപാട് സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും ഇനി എന്നെ അദ്ദേഹം പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആക്രോശം. ഇത് നിങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോകും പോലെ ഞങ്ങളെ വലയുമായി പിടിക്കാനിറങ്ങിയാൽ അങ്ങനെ കിട്ടില്ല സുല്ലമി. ഇത് മീൻ പിടുത്തമല്ല, ഇത് സംവാദമാണ്. ഈ സംവാദത്തിൽ നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടെങ്കിൽ ആയത്തങ്ങ് ഉദ്ധരിക്കണം. മഹാനായ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ തെളിവായി ഇവിടെ ഉദ്ധരിച്ചങ്ങ് സ്ഥാപിക്കണം. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ തെളിവുകളും ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സിഹിറിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ് എന്ന് തെളിയിക്കുവാൻ മാർക്കസുകാർ സർക്കസ് കളിക്കുവാൻ വേണ്ടി ഇറക്കിക്കൊണ്ടുവന്ന ബഹുമാനനായ സുല്ലമിക്കോ സാധ്യമായിട്ടില്ല എന്ന് ഈ സംവാദം ശ്രവിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ബോധ്യമാകും. എന്താണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ വിഷയം? എന്നോട് തുടക്കത്തിലെ വെല്ലുവിളിച്ചുവല്ലോ. എന്താ പറഞ്ഞ വെല്ലുവിളി? സിഹിറിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസം അത് ശിർക്കൻ വിശ്വാസമല്ല എന്ന് പറഞ്ഞ ഗ്രന്ഥം ഏത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു. എന്തേ സുല്ലമി മറന്നുപോയതാണോ? പ്രായാധിക്യം കൊണ്ട് താങ്കൾ ആ കേട്ട കാര്യം വിസ്മരിച്ചു പോയതാണോ? അതോ മർക്കസുകാർ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതാണോ? നേർക്കുനേരെ സംവദിക്കാൻ താങ്കളെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേർക്കുനേരെ സംവദിക്കൂ. നിങ്ങൾ വോയിസ് എവിടെ നിന്നെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് അതുകൊണ്ട് വന്ന് പോസ്റ്റ് ചെയ്യാതെ നമുക്ക് നേർക്കുനേരെ ഒരു ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ വ്യവസ്ഥാപിതമായ ഒരു സംവാദം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ കുഴിപ്പുറം സുല്ലമിക്ക് വരാൻ പ്രയാസം. കാരണം എന്താ? ഞാനുമായി നടത്തിയ കഴിഞ്ഞുപോയ സംവാദത്തിൽ ഒരുപാട് നാക്കബദ്ധങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു. അതൊരു പക്ഷേ ഇനിയും സംഭവിക്കാമല്ലോ എന്ന പേടി അദ്ദേഹത്തിനുണ്ടാകാം. സ്വാഭാവികമാണ്. ഞങ്ങളുമായി സംവദിക്കാൻ വേണ്ടി വരുമ്പോൾ കുഴിപ്പുറം സുല്ലമിക്കെന്ന് മാത്രമല്ല മർക്കസുകാർക്ക് നാക്കബദ്ധങ്ങളേറെ സംഭവിക്കാറുണ്ട്. കാരണം ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാതെ ഈ നിലയ്ക്ക് നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും സത്യം വിളിച്ചു പറയേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ എന്നോട് അദ്ദേഹം വിളിച്ച വെല്ലുവിളി, തെളിയിക്കാൻ കഴിയുമോ സിഹിറിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസത്തെ തെളിയിക്കാൻ കഴിയുമോ, ശിർക്കല്ല തെളിയിക്കാൻ കഴിയുമോ എന്നായിരുന്നു. ഞാൻ തെളിയിച്ചുവല്ലോ. താങ്കൾ കേട്ടില്ലേ?
താങ്കൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ യാതൊരു നിലയ്ക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ താങ്കൾ സന്നദ്ധനായിട്ടില്ല. അതിൻ്റെ കാരണം എനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളെപ്പോലെ മീൻ പിടിക്കാൻ ഇറങ്ങിയ ആളല്ല, മറിച്ച് പ്രമാണം കൃത്യമായി നിങ്ങളുടെ തലയുടെ മുകളിൽ വെച്ചു തരാൻ വേണ്ടി തന്നെയാണ് എൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സലഫികളുടെ അഖീദയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം, അൽ ജുമുഉൽ ബഹിയ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ആ ഭാഗം ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം. ലാ ഖിലാഫ ഫി അന്ന തഅസീർ അസ്സിഹർ, സിഹറിന് തഅസീറുണ്ട് എന്ന വിശ്വാസം, സിഹറിന് പ്രതിഫലനമുണ്ട് എന്ന വിശ്വാസം, അതിൽ ലാ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, എന്താ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, കത്തഫ്രീഖി ബൈനർ റജുലി വംറഅതിഹി, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന സിഹർ, ആ സിഹറിന് പ്രതിഫലനമുണ്ട് എന്ന് ഖുർആൻ തന്നെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ലാ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസവുമില്ല. സിഹറിന് പ്രതിഫലനമുണ്ട്. കാരണം ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന വിഷയം, വദലീലു ദാലിക്കൽ ഖുർആൻ വസുന്ന അസ്വഹീഹ, ഈ വിഷയത്തിൽ ഖുർആനും പ്രവാചകന്റെ സ്വഹീഹായ ഹദീസും ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ദലീലായിട്ടുണ്ട്, തെളിവായിട്ടുണ്ട് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. എന്നിട്ടോ ആ തെളിവ് ഇവിടെ ഉദ്ധരിക്കുന്നു. അമ്മൽ ഖുർആനു ഫഖൗലുഹു തആല, ഖുർആനിന്റെ തെളിവ് എന്താണ്? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി എന്നാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ ഭിന്നത ഉണ്ടാക്കുന്ന സിഹർ, ആ സിഹറിനെ പറ്റിയല്ലേ ഖുർആൻ ഇവിടെ പ്രതിപാദിച്ചത്. ഫസറഹ ജല്ല വഅല ഫി ആദിഹിൽ ആയത്തിൽ കരീമത്തി ബിഅന്ന മിൻ തഅസീർ സിഹർ അത്തഫ്രീഖ ബൈനൽ മർഇ വസൗജിഹി. നിഷേധിക്കാൻ കഴിയുമോ? മർക്കസുകാരെ, ഞാൻ ഈ ഓതി വെച്ച ആയത്ത് ഖുർആനിലെ ആയത്തല്ല എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു സിഹറിനെ സംബന്ധിച്ച് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ആ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് സലഫി ലോകത്തെ അഖീദയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. ബിഅന്ന മിൻ തഅസീർ സിഹർ അത്തഫ്രീഖ്, അതേ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന സിഹറിനെ പറ്റി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും സിഹറിന് തഅസീറുണ്ട്, സിഹറിന് പ്രതിഫലനമുണ്ട് എന്ന വിശ്വാസം ശിർക്കൻ വിശ്വാസമല്ല. ശിർക്കൻ വിശ്വാസമായിരുന്നുവെങ്കിൽ ഖുർആൻ ആ പ്രതിഫലനമുണ്ട് എന്ന് പറയുമായിരുന്നില്ല. അപ്പോ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ഇറങ്ങിയ, സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത് മുസ്ലിയാക്കന്മാരായ ആളുകളാണ്. അങ്ങനെ മുസ്ലിയാക്കന്മാരായ ആളുകൾ ചെയ്തു വെക്കുന്ന ദുർവ്യാഖ്യാനം, ആ ദുർവ്യാഖ്യാനമാണ് ബഹുമാനനായ കുഴിപ്പറ സുല്ലമിയും അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന മർക്കസുകാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമാണല്ലോ, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുദ്ധരിച്ചത്. സിഹിറിന് ഹക്കീക്കത്തുണ്ട്, സിഹിർ തഅസീറുണ്ട്, പ്രതിഫലനമുണ്ട് ഖുർആൻ പറയുന്നു. ആ ഖുർആൻ പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതല്ല, മർക്കസുകാർക്ക് വേണ്ടി സർക്കസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയ കുഴിപ്പറ സുല്ലമി പറഞ്ഞ കാര്യം ഞങ്ങൾ സ്വീകരിക്കണോ? അതുകൊണ്ടാണ് KJU എന്ന് പറയുന്ന പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ആധികാരികമായി ആ തെളിവ് ഇവിടെ രേഖപ്പെടുത്തിയത്. സിഹിറിന് ഹക്കീക്കത്തുണ്ട്, സിഹിറിന് തഅസീറുണ്ട്. അത് വളരെ കൃത്യമായി ഖുർആനിന്റെ ആയത്ത് കൊണ്ട് വ്യക്തമാണ്. ഇതാണ് ഒന്നാമത്തെ തെളിവ്. ഇനി തെളിവ് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയേണ്ടതില്ല മർക്കസുകാരെ. തെളിവിതാ, ഒന്നാമത് ഖുർആനിന്റെ ആയത്ത് ഞാൻ ഇവിടെ ഓതി. ഏതാണ് ഗ്രന്ഥം? പണ്ഡിത ഉദ്ധരണികൾ വേണമെന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അൽ ജുമുഉൽ ബഹിയ എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ ഇവിടെ ആ ഗ്രന്ഥത്തിലുള്ള വാചകങ്ങൾ വരെ വായിച്ചു കേൾപ്പിച്ചത്. എന്നിട്ട് ഇവിടെ ഇത് രണ്ടാമത്തെ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ തെളിവ് വഅമ്മ സുന്നത്തു വമാ സബത ഫി സ്വഹീഹൈൻ വഗൈരിഹിമാ മിൻ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ബിഅൽഫാദിൻ മുതഅദ്ദിദ
മുതഅദ്ദിദത്തിൻ മുതഖാരിബത്തിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹിറ ഹത്താ കാന യറ അന്നഹു യഅതി നിസാ വലാ യഅതിഹിന്ന എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, ഒരു യഹൂദനായ ലബീദ് ഇബ്നു അസ്സം ചെയ്ത സിഹ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റു. ഇത് സ്വഹീഹായ ഹദീസാണ്. അതാണ് ഒന്ന് ഖുർആനിന്റെ ആയത്തിവിടെ ഓതി വെച്ചുകൊണ്ട് തെളിവ് ഞാൻ ഇവിടെ സ്ഥാപിച്ചു. രണ്ടാമത്തേത് പ്രവാചകന്റെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇത് രണ്ടുമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സിഹ്റിന് ഹഖീഖത്തും തഅസീറുമുണ്ട് എന്ന വിഷയത്തിൽ തെളിവ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രന്ഥം ഏത് ചോദിച്ചു, ഗ്രന്ഥം പറഞ്ഞു. തെളിവെന്ത് ചോദിച്ചു? തെളിവ് ഖുർആനിന്റെ ആയത്തോതി പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിച്ചു. ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴിപ്പറ സുല്ലമിക്ക് പറയാനുള്ളത് പറയണം. അതല്ലാതെ എന്നെ സംബന്ധിച്ച് മൊരടനെന്ന് വിളിച്ചിട്ടോ അന്തമില്ലാത്ത ആളാന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. സംവാദം വീക്ഷിക്കുന്നവർ, ഈ സംവേദനങ്ങൾ കേൾക്കുന്ന ആളുകൾ വിലയിരുത്തി സുല്ലമി നിങ്ങളുടെ നിലവാരം എന്ന് മാത്രമേ എനിക്ക് ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രമാണബദ്ധമായ തെളിവുകളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. ഇനിയുമുണ്ട് തെളിവുകൾ. ഞാൻ നേരത്തെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിച്ചു കേൾപ്പിച്ചു. ബഹുമാനനായ കുഴിപ്പറ സുല്ലമിക്കാകട്ടെ ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. എന്താണ് ഈ വിഷയത്തിൽ പൂർവസൂരികളായ പണ്ഡിതന്മാർ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ച ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിച്ചുവല്ലോ. സുല്ലമി എന്തേ കേട്ടില്ലേ? അതോ പ്രായാധിക്യം കൊണ്ട് താങ്കൾ മറന്നുപോയതാണോ? മറന്നുപോയതാണെങ്കിൽ മറന്നുപോയവരെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടല്ലോ. ഞാൻ വീണ്ടും താങ്കളെ ആ ഭാഗം ഒന്നും കൂടി വായിച്ചു കേൾപ്പിച്ച് ഓർമ്മപ്പെടുത്താം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പറയപ്പെടുന്ന ഇബാറത്തുകൾക്ക് മറുപടി പറയണമെന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും താങ്കളടക്കമുള്ള മർക്കസുകാരോട് സൂചിപ്പിക്കുവാനുള്ളത്. ബഹുമാനനായ കുഴിപ്പറ സുല്ലമി, എനിക്ക് താങ്കളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മൾ തമ്മിലുള്ള തർക്ക വിഷയം എന്ത് എന്നെങ്കിലും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സംവദിക്കാൻ വേണ്ടി വരാൻ. അതല്ലെങ്കിൽ താങ്കൾ പറയുന്ന വിഷയങ്ങൾ വൈരുദ്ധ്യങ്ങളായി കടന്നു വരും. പിന്നെ നാക്കബദ്ധമാണ് എന്ന് പറഞ്ഞ് കുമ്പസരിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് വിഷയം കൃത്യമായി പഠിക്കണം. ഇവിടെ ഒരു സാഹിർ, ആ സാഹിറിന്റെ വിധിയിലാണ് നമ്മുടെ തർക്കം. ഒരു സാഹിർ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. അതോടൊപ്പം തന്നെ സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ടോ എന്ന വിഷയത്തിലും ഞങ്ങൾക്ക് തർക്കമില്ല. സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെയുള്ള തർക്ക വിഷയം എന്താ? നമ്മൾ തമ്മിൽ തർക്ക വിഷയം എന്താ? സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾ ചാടിക്കളിക്കുകയാണ്. ഞാനതുകൊണ്ട് അവർ സാധാരണ ചാടിക്കളിക്കുന്നവർ വാനരന്മാരാണ്. അതൊരു സർക്കസ് കളിയാണ്. അതുകൊണ്ട് ആ സർക്കസ് കളിയുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. നിങ്ങളെ പിടിക്കേണ്ടതുപോലെ പിടിക്കാൻ ഞങ്ങൾക്കറിയാം സുല്ലമി. പക്ഷേ നിങ്ങൾ പ്രായാധിക്യമായ ആളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചില സ്വാതന്ത്ര്യം അങ്ങ് നൽകുകയാണ്. എൻ്റെ ചില ബോണസുകൾ താങ്കൾക്ക് ഞാൻ നൽകുകയാണ്. ഇവിടെ തർക്ക വിഷയം പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ അങ്ങിറങ്ങിയിട്ട് ശിർക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ ശിർക്കാകുന്ന ഒരു മായാജാലമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന ഉത്തരം സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മൾ തമ്മിൽ തർക്ക വിഷയം എന്താ? തർക്ക വിഷയം സിഹിറിന് ഹഖീഖത്തും തഅസീറും ഉണ്ടെന്ന വിശ്വാസം ശിർക്കം വിശ്വാസമാണോ? ശിർക്കം വിശ്വാസമാണോ? അതല്ല നിങ്ങൾ തെളിയിക്കേണ്ടത്. സിഹിറിന് ഒരു സാഹിർ സിഹിർ ചെയ്താൽ അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ ആ സിഹിർ മുഖാന്തരം പ്രതിഫലനമുണ്ടാകും എന്ന് പറയുന്നത് ആ വിശ്വാസം ശിർക്കം വിശ്വാസമാണോ? ശിർക്കം വിശ്വാസമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാണെങ്കിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ താങ്കളെ കൊണ്ട് കഴിയണം. അത് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സിഹിറിന് ഹഖീഖത്തും തഅസീറും ഉണ്ട് എന്ന വിശ്വാസം ശിർക്കം വിശ്വാസമല്ല
വിശ്വാസമല്ല എന്നതിന് ഒരുപാട് തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചു. ആ തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ എന്തേ സുല്ലമി നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? എന്തേ ഇപ്പൊ തന്നെ വെപ്രാളമായാലോ? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. താങ്കൾ ഇവിടെ ഇപ്പോ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചു. ഇമാം ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അല്ലാമ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിരിക്കുന്നു, അബ്ദുറഹ്മാൻ തുവൈജിരി പറഞ്ഞിരിക്കുന്നു, മുഖ്തസർ ഫിഖ്ഹിൽ പറഞ്ഞിരിക്കുന്നു, സാലിഹ് ഫൗസാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ ഉദ്ധരിച്ചല്ലോ. ആ പണ്ഡിതന്മാരുടെ കിതാബെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണ്ടേ? അതെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണ്ടേ? അതിങ്ങനെ വായിച്ചു പഠിക്കാതെ കഥ പറയാൻ ഇറങ്ങിയാൽ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിയാൽ കാര്യമുണ്ടാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ദർസിൽ വന്നിരിക്കാൻ സമയമായിട്ടുണ്ട്. ഇവിടെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഫത്ഹുൽ ബാരിയാണ് വായിച്ചു കേൾപ്പിച്ചത്. ഈ വിഷയത്തിൽ ഇമാം ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? എന്താ നിലപാട് ഈ വിഷയത്തിൽ? അതെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണ്ടേ? അതോടൊപ്പം തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അൽ മിൻഹാജ്, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം എന്താ? ആ നിലപാടെങ്കിലും വായിച്ചു പഠിക്കണ്ടേ? അവർ ഒന്നടങ്കം പറഞ്ഞു, സിഹിറിന് ഹഖീഖത്തും തഅസീറുമുണ്ട്, സിഹിറിന് പ്രതിഫലനമുണ്ട്. ആ വിശ്വാസം ശിർക്കം വിശ്വാസമല്ല, പ്രമാണബദ്ധമായ വിശ്വാസമാണ്. അതല്ലേ അവർ രേഖപ്പെടുത്തിയത് ഇമാം നബവിയുടെ മിൻഹാജിൽ. അദ്ദേഹം പറഞ്ഞു, അതിന്റെ 14-ാം വാള്യം 174-ാമത്തെ പേജിൽ 174 174-ാമത്തെ പേജിൽ ഖാലൽ ഇമാമുൽ മാസിരി റഹിമഹുല്ലാഹ് മദ്ഹബ് അഹ്ലി സുന്നത്തി വ ജംഹൂർ ഉലമാഇൽ ഉമ്മ അല ഇസ്ബാത്ത് സിഹർ വ അന്ന ലഹു ഹഖീഖ. അർത്ഥം വെച്ചോളി, നിങ്ങൾ അർത്ഥം വെച്ച് വായിച്ചു പഠിക്ക്. എന്തേ നിങ്ങൾ മിണുങ്ങിയത്? എന്തേ മിണ്ടിയില്ല? സിഹിറിന് ഹഖീഖത്തും തഅസീറുമുണ്ട് എന്ന് ജംഹൂർ ഉലമാഇൽ ഉമ്മ, ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും, ഏതുലമാക്കളാ? മദ്ഹബു അഹ്ലു സുന്നത്തി, അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയ കാര്യമാണിത്. ഇത് ശിർക്കാണെങ്കിൽ, ഈ വിശ്വാസം ശിർക്കാണെങ്കിൽ ആ ശിർക്ക് മനസ്സിലാക്കാത്തവർ രേഖപ്പെടുത്തിയതെന്നാണോ? എന്നാ പറയ് സുല്ലമി, നിങ്ങൾ വലിയ ആലിമുൽ അല്ലാമയും ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മർക്കസുകാരുടെ അത്ര വിവരമില്ലാത്ത ആളാണെന്ന് വിളംബരം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ തുറന്നു പറയ്. നിങ്ങളെ കൊണ്ട് കഴിയോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചല്ലോ. എന്താ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു വെച്ച വാചകം എന്താ? എടുത്തോ നിങ്ങൾ 10-ാം വാള്യം 222-ാമത്തെ പേജിൽ വഖാലൽ മാസിരിയു ജംഹൂറുൽ ഉലമാഇ അല ഇസ്ബാത്തി സിഹർ വ അന്ന ലഹു ഹഖീഖ. പറഞ്ഞില്ലേ, സിഹിറിന് ഹഖീഖത്തുണ്ട്, സിഹിർ തഅസീറുണ്ട്. ഈ വിശ്വാസം മദ്ഹബ് അഹ്ലു സുന്ന, അഹ്ലു സുന്നയുടെ വിശ്വാസമാണ് എന്നാണ്. ഇത് ശിർക്കാണെങ്കിൽ ഇത് പഠിപ്പിക്കോ? സുല്ലമി, നിങ്ങളെക്കാട്ടിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ അത്ര വിവരമില്ല എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, വായിച്ചു പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെക്കാൾ ലേശം ഒരു വിവരം ഇമാം ഇബ്നു ഹജറിനുണ്ടാവില്ലേ? ഇമാം നബവിക്കുണ്ടാവില്ലേ? അതെങ്കിലും നിങ്ങൾ അംഗീകരിക്ക്. നിങ്ങൾ അവരെക്കാൾ മേലെയാണ് എന്ന് പറഞ്ഞാൽ അതിപ്പോ മർക്കസുകാരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ വിഷയത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞു, ഇമാം ഷൗക്കാനിയുടെ നേളിൽ ഔത്താർ, ആ നേളിൽ ഔത്താറിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം ഇമാം മാസിരി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഇമാം കസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ദുനിയ, ഇങ്ങനെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും, ആ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതൊന്നും വായിച്ചു കേൾപ്പിക്കുന്നില്ല. ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും പരാമർശിച്ചു സിഹിറിന് ഹഖീഖത്തും തഅസീറുമുണ്ട് എന്ന വിശ്വാസം ശിർക്കം വിശ്വാസമല്ല, അത് പ്രമാണബദ്ധമായ വിശ്വാസമാണ്. അതാണ് മദ്ഹബ് അഹ്ലുൽ സുന്ന വൽ ജമാഅ. എന്ത് പറയാനുണ്ട്? മുഅ്തസിലിയാക്കളായ ആളുകൾ ഛർദ്ദിച്ചു വെച്ചതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ചുമരിൽ നിങ്ങൾ തേക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വിടൂല സുല്ലമി. ഇത് മീൻ പിടിക്കാൻ വന്ന കഥ, മീൻ പിടിക്കാൻ വന്ന ആ മത്സ്യബന്ധനക്കാരെ പോലെയല്ല ഞങ്ങൾ പ്രമാണം കൊണ്ട് കശക്കേറി നിങ്ങളെ. അങ്ങനെ ഞങ്ങൾ എറിഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങളുടെ കരിമ്പിലാക്കലിന് പോലും പലതും വിളിച്ചു പറയേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിന് കുമ്പസരിക്കേണ്ടി വന്നില്ലേ? അപ്പോ ഇത് ചെറുക്ക് എന്ന് നാടിയേക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ആളുകൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നില്ലേ? തിരുത്തി പറയേണ്ടി വന്നില്ലേ? കാരണം എന്താ? അതാണ് ഞങ്ങളുടെ പ്രമാണം. ഈ പ്രമാണമാണ് കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി സർക്കുലറിൽ രേഖപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് ദഹിക്കുന്നില്ലെങ്കിൽ ദഹിക്കാത്ത ആൾക്കാരെന്ത് ചെയ്യുക? ദഹിക്കുന്നിടത്ത് പോയി
പോയിരിക്കാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ സർക്കുലർ നിങ്ങൾ പിൻവലിക്കണമെന്നും ആ സർക്കുലറിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ അത് മാറ്റണമെന്നും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ചാൽ മക്കളെ, നിങ്ങൾ മർക്കസിൽ ഇരുന്നു കൊണ്ട് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമാണബദ്ധമായ ഒരു തീരുമാനം രേഖപ്പെടുത്തിയാൽ അത് പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് പിൻവലിക്കണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമല്ലാതാകണം. അതുകൊണ്ട് ആ നിലക്കുള്ള ഭീഷണിയൊന്നുമായി നിങ്ങളാരും ഇവിടെ വന്ന് ഏന്തി വലി നോക്കേണ്ടതില്ല. ഇസ്ലാഹി പ്രസ്ഥാനം അത് നിലപാട് പണ്ഡിത സഭ രേഖപ്പെടുത്തിയാൽ അതിനപ്പുറത്ത് എത്ര വല്ല വമ്പന്മാരിറങ്ങി പറഞ്ഞാലും കൊമ്പന്മാരിറങ്ങി കൊമ്പ് കുലുക്കിയാലും അത് മാറ്റി പറയേണ്ടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. എനിക്കതാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് സുല്ലമി, ബഹുമാനനായ സുല്ലമി, ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയത്തിനാണ് ഖണ്ഡനം നിങ്ങൾ നൽകേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് പറയുന്ന വിഷയത്തിന് റെഡിമെയ്ഡ് മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞ വിഷയത്തിന് ഖണ്ഡനം നിങ്ങൾ നൽകണം. ഇനി ഇവിടെ രണ്ടാമതായി പ്രധാനമായി ഇവർ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് വരാം. എൻ്റെ കഴിഞ്ഞുപോയ സംസാരത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, അതായത് ഒരു സിഹിർ ചെയ്യുന്ന സാഹിർ, ആ സാഹിറിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സിഹിറിന് ഹുക്കം കടന്നു വരിക. സിഹിർ വ്യത്യസ്ത ഇനങ്ങളിലുള്ള സിഹിറുണ്ട്. സിഹിർ ഹറാമാകുന്ന സിഹിറുണ്ട്, ശിർക്ക് കടന്നു വരുന്ന സിഹിറുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞു വെച്ചു, ഒരു സാഹിർ പിശാചിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുന്നുവെങ്കിൽ, അങ്ങനെ നടത്തിക്കൊണ്ടാണ് ഒരു സിഹിർ ചെയ്യുന്നത് എങ്കിൽ ആ സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട് എന്നിവിടെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, എന്റെ സംസാരത്തെ ക്ലിപ്പാക്കിയിട്ട് സിഹിർ എന്ന് പറഞ്ഞാൽ ശിർക്ക്, അപ്പോ ശിർക്കിന് പ്രതിഫലനമുണ്ടോ സലാഹി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മർക്കസുകാർ അവര് സർക്കസുമായി രംഗത്തേക്ക് ഇറങ്ങി. എൻ്റെ പ്രിയപ്പെട്ട മർക്കസുകാർ, എനിക്ക് നിങ്ങളുടെ സഹതാപം മാത്രമേ ഉള്ളൂ. എൻ്റെ ബഹുമാനനായ സുല്ലമി, നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങളെ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ മർക്കസുകാരെ സലഫികളുടെ അക്കീദ വിശദീകരിക്കുന്ന അക്കീദയുടെ ഗ്രന്ഥങ്ങളെങ്കിലും വായിച്ച് പഠിപ്പിക്കും. ഇവർക്കാകെ സിനിമയും നാടകവും ഇങ്ങനെയുള്ള ബഹുസ്വരതയുടെ മൂടുപടവുമായി നടക്കുന്ന ഈ ആളുകൾക്ക് നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ ദീനെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങളും പഠിക്കും. വേണമെങ്കിൽ ഗ്രന്ഥങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് കിതാബ് തൗഹീദ് ഉണ്ടല്ലോ, ആ കിതാബ് തൗഹീദൊക്കെ ഒന്ന് വായിച്ച് അതിൻ്റെ ഒരുപാട് ശറഹെഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് സിഹിർ എന്ന് മനസ്സിലാകും. സിഹിറിന് ഹഖീഖത്തുണ്ടോ തഅ്സീറുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ മുഅ്തസിലിയാക്കളായ ആളുകൾ അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ പേറി അതിങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഛർദിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. നിങ്ങൾ പറയുന്ന വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും, വൈരുദ്ധ്യമാകും. തനിച്ച മുഅ്തസിലിയാക്കളുടെ വാദം നിങ്ങൾക്ക് പേറേണ്ടി വരികയും ചെയ്യും. എന്നാൽ അവർ പറഞ്ഞതിനേക്കാൾ ഒരുപടി മുന്നിലാണ് നിങ്ങൾ. കാരണം അവരാരെന്ത് ചെയ്യുക, സിഹിറിന് ഹഖീഖത്ത് തഅ്സീറുമുണ്ടെന്ന വിശ്വാസം ശിർക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ആൾക്കാർ ഈ മർക്കസുകാരായ ആളുകൾ സുനഹദോസ് കൂടി പ്രഖ്യാപിച്ചതാണ്. അതല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് മാർപ്പാപ്പമാർ രംഗത്തേക്ക് ഇറങ്ങി പറഞ്ഞു എന്നല്ലാതെ ഇത് ഇസ്ലാമിക ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിയിക്ക്, ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ആ ഗ്രന്ഥം നിങ്ങൾ ഹാജരാക്കി. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു സാഹിർ, ആ സാഹിർ തൻ്റെ സിഹിറിലൂടെ ഒരു ശൈത്വാനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തി ആ ശൈത്വാനെ പൂജിക്കുന്നു. ആ ശൈത്വാന്റെ പ്രീതി കിട്ടുവാൻ വേണ്ടി അവർ ഈ പറയുന്ന രൂപത്തിൽ ശൈത്വാന് വേണ്ടി ഈ ശിർക്ക് സമ്പ്രദായങ്ങൾ ചെയ്തു വെക്കുന്നുവെങ്കിൽ ശൈത്വാന് തൃപ്തി കിട്ടുവാൻ, പ്രീതി കിട്ടുവാൻ അവൻ ആ ശൈത്വാനെ പൂജിക്കുകയും ആ ശൈത്വാനെ ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ശിർക്കാണ്. ആ സിഹിറിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ സിഹിർ എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സിഹിർ മനസ്സിലായിട്ടില്ല, ശിർക്കും മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങളുടെ തകരാറ്. സബഉൽ മൂബിഖാത്തിൽ 7 വൻ പാപങ്ങളെ പറ്റി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ 7 വൻ പാപങ്ങളിൽ ഒന്നാമത്തെ വൻ പാപമായി രേഖപ്പെടുത്തിയത് ശിർക്ക്, 2 സിഹിർ. എന്നാ പിന്നെ സിഹിർ എന്ന് പറഞ്ഞ ശിർക്കാണെന്നുണ്ടെങ്കിൽ അത് ആ ശിർക്കിന്റെ ഇവിടെ എണ്ണിയാ പോരെ, 6 ആക്കാമായിരുന്നില്ല. 7 എണ്ണി പഠിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അതല്ല വിഷയം. നിങ്ങൾ വിഷയങ്ങൾ കൃത്യമായി പഠിക്കണം. സിഹിർ എന്ന് പറഞ്ഞാൽ അതിന് നിർവചനം എന്താ സുല്ലമി?
സുല്ലമി അടുത്ത പ്രാവശ്യം എന്ന് പറയ്, സിഹിർ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? നിങ്ങൾക്ക് നീ നിർവചനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ സിഹിർ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കി. ഇനി കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ സിഹിർ എന്ന് പറഞ്ഞാൽ അമാനിമുൽ റഹിമഹുല്ലാ വളരെ കൃത്യമായി പഠിപ്പിച്ച ഭാഗമെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണം. കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയാം. അപ്പൊ സിഹിർ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ശിർക്ക് എന്നല്ല. കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ കഴിയാത്ത ഉപായ കൃത്യങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുക. നിങ്ങളൊന്ന് വായിച്ചു പഠിക്കണ്ടേ? സിഹിറിന്റെ കാര്യകാരണ ബന്ധം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിഹിറിന് കാര്യകാരണ ബന്ധം ഇല്ല എന്നാണോ? അത് പഠിച്ചെടുക്കുവാൻ കഴിയും, അത് പഠിക്കാൻ കഴിയും. സിഹിർ പഠിക്കാൻ വേണ്ടി പോയ ഒരു കുട്ടിയുടെ കഥ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ആ ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. സിഹിർ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഭൗതിക പ്രതിഭാസമാണ്, ഭൗതികമായ ഒരു ഏർപ്പാടാണ്. ആ ഭൗതിക ഏർപ്പാടായ സംഗതിയെ പഠിച്ചെടുക്കുവാൻ കഴിയും, ഒരാൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോ ഇതാണ് ഞാൻ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഇവിടെ ബഹുമാനനായ നമ്മുടെ കുഴിപ്പുറ സുല്ലമി അദ്ദേഹം ഇവിടെ ഇപ്പോൾ നേരത്തെ വായിച്ച് തൻ്റെ ഗുരുനാഥനായ കെ ഉമർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീർത്ഥം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 125-ാമത്തെ പേജിലെ വരികൾ അദ്ദേഹം വായിച്ചില്ലേ? അത് തന്നെയാണ് നമുക്ക് വായിക്കാനുള്ളത്, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസ് റസൂലിലേക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസിനെ സ്വീകരിക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെട്ട് നടക്കുന്ന, അത് സ്വീകരിച്ച റസൂലിയെ മോശമാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനുള്ള വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന, ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്ന ആ മർക്കസുകാരായ ആളുകൾക്കെതിരെ വളരെ ശക്തമായി ഉമർ മൗലവി എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിലെ വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ സുല്ലമിക്കിനി ഉമർ മൗലവിയെ ഗുരുനാഥൻ എന്ന് വിളിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ സംശയം. അല്ലെ പറയും, ഉമർ മൗലവി പിഴച്ചുപോയോ? നിങ്ങൾ പറയൂ സുല്ലമി, നിങ്ങളുടെ ഗുരുനാഥൻ പിഴച്ചുപോയോ? അദ്ദേഹം മുശ്രിക്കാണോ? അദ്ദേഹമല്ലേ നിങ്ങൾക്കെതിരെ വളരെ ശക്തമായി എഴുതിയത്? ആ ഹദീസ് സ്വീകരിക്കാൻ കഴിയുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്നാണ്. അതിലേക്ക് അദ്ദേഹം വരുമെന്നാണ്. നിങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയതാണ്, ഇതുവരെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ലേ? നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ പറയും. അപ്പൊ ഞാൻ ബാക്കി വേണ്ടി ഇൻഷാ അല്ലാഹ് കുറെ എന്തെങ്കിലും വേറെ ഉണ്ട് പറയാൻ, അതൊക്കെ ഞാൻ വേറെ പറഞ്ഞു തരാം കേട്ടോ. ഉമർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫറുമായി തീരുന്നത്. അപ്പോ ഇവിടെ ഒരു കാര്യം വളരെ പ്രകടമാണല്ലോ. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ പ്രതിപാദിക്കപ്പെട്ട വിഷയമാണ്. സിഹർ ചെയ്യുന്നവൻ അവൻ കാഫിറാണ്. ആര്? സാഹിർ കാഫിറാണ്. അതോടൊപ്പം തന്നെ സാഹിറിന്റെ വിധി എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, മുശ്രിക്കുമാണ്. എന്താ മുശ്രിക്കാകുന്നത് പറയാൻ കാരണം? അവൻ പിശാചിനെ പൂജിക്കുന്നു. അതാണ് ഇവിടെ ഉമർ മൗലവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത്. അതല്ലാതെ സിഹിറിന് ഒരു സാഹിർ ചെയ്യുന്ന സിഹിർ, ആ സിഹിർ കൊണ്ട് അള്ളാഹുവിന്റെ ഇതിലുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ആ സിഹിറിലൂടെ ഉപദ്രവം ഉണ്ടാകുമെന്ന വിശ്വാസം ശിർക്കം വിശ്വാസമാണ് എന്നല്ല ഇവിടെ രേഖപ്പെടുത്തിയത്. അതിനാണല്ലോ തെളിവ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. മറിച്ച് ഒരു സാഹിറിന്റെ വിധിയെ പറ്റിയാണ് ഉമർ മൗലവി ഇവിടെ രേഖപ്പെടുത്തിയത്. ആ സാഹിറിന്റെ വിധിയെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ?
ഒരു സാഹിറാണ് സിഹർ ചെയ്യുന്നത്. ഞങ്ങൾ സിഹർ ചെയ്യുന്ന വൻ പാപമാണെന്ന് പറയുന്ന ആൾക്കാരാ. പിന്നെ സാഹിറിന്റെ വിധിയെ ഞങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ കാര്യം? ഈ സിഹർ നടക്കുന്നത് പിശാച് സേവകരായ ആളുകൾ, പിശാചിനെ പൂജിക്കുന്ന സാഹിറുകൾ, അവർ ചെയ്യുന്നതാണ് സിഹർ. അതുകൊണ്ട് തന്നെ പിശാചിന്റെ പ്രീതി കിട്ടുവാൻ, പിശാചിന്റെ തൃപ്തി കിട്ടുവാൻ, പിശാചിന്റെ സഹായം കിട്ടുവാൻ, തിന്മകളിലേക്കും പാപങ്ങൾ ചെയ്യാൻ പിശാചിന്റെ സഹായം കിട്ടുവാൻ ഈ പറയപ്പെടുന്ന സാഹിറുകളായ ആളുകൾ പിശാചുകളെ പൂജിക്കും, അവരെ ആരാധിക്കും. അതുകൊണ്ടാണ് സാഹിറുകളെ പറ്റി മുശ്രിക് എന്ന് പറയാൻ കാരണം, അങ്ങനെ ചെയ്യുന്ന ആഭിചാരത്തെയും മന്ത്രവാദത്തെയും, അങ്ങനെ ചെയ്യുന്ന ആഭിചാരവും അതോടൊപ്പം തന്നെ മന്ത്രവാദവും അത് ശിർക്കും കുഫറുമാണ് എന്ന് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇനിയും തിരിയൂല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇത് സാഹിര്യങ്ങളായ ആളുകൾ പിശാചുക്കളെ പൂജിക്കുന്നവരാണ്. മനസ്സിലായോ? ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തെളിവുകൾ വേണമെങ്കിൽ തെളിവുകൾ ഞാൻ ഉദ്ധരിച്ചങ്ങ് തരാം. യഥേഷ്ടം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തെളിവുകളൊക്കെ യഥേഷ്ടമായി സുല്ലമി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഷെയ്ഖ് ഇബ്നുബാസിനൊക്കെ ഉദ്ധരിച്ചല്ലേ, ഇബ്നുബാസിന്റെ ഫത്താവ എടുക്കുക. ആ ഫത്താവയുടെ 1-ാം വാള്യം 352 മുതൽ 355 വരെയുള്ള പേജ് പരിശോധിക്കുക. അവിടെ കാണാം ഈ പറയപ്പെടുന്ന ഈ സിഹറുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നു, അത് മുൻകർ അലീം, അത് വളരെ വെറുക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ശിർക്കുൽ അക്ബറിൽ അതിൽ ശിർക്ക് കടന്നു വരുന്നുണ്ട്, ശിർക്കുൽ അക്ബർ കടന്നു വരുന്നുണ്ട്. കാരണം അതിൽ ഇബാദത്തുൽ ജിന്നുകളെ ആരാധിക്കുന്നുണ്ട്, അവരുടെ ഇസ്തിഗാസ നടത്തുന്നുണ്ട്, അവരുടെ അടുപ്പം സാമീപ്യം ലഭിക്കുവാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നുബാസിനോട് ഉദ്ധരിക്കുന്നു. ഷെയ്ഖ് ഇബ്നുബാസ് ആരുടെ കൂടെയാണ്? ആരോടൊപ്പമാണ്? അദ്ദേഹവും സിഹർ ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ. അതോടൊപ്പം തന്നെ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹത്തിന്റെ മജ്മു ഫത്താവ എടുക്കുക, 1-ാം വാള്യം 42-ാമത്തെ പേജിൽ അവിടെയും ഇതിൽ ശിർക്ക് ഉമർ മൗലവി പറഞ്ഞതുപോലെ തന്നെ അവിടെയും വായിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ വിഷയം വളരെ വ്യക്തമായി വായിക്കാം. ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹ് അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെക്കുന്ന ഭാഗം എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അതും വായിച്ച് കേൾപ്പിക്കാം. അതോടൊപ്പം തന്നെ തഫ്സീർ ത്വബരിയിൽ ഇമാം ഇബ്നു ജരീർ ത്വബരി അദ്ദേഹം തഫ്സീറിന്റെ 2-ാം വാള്യം 417-ാമത്തെ പേജ് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഉദ്ധരിക്കാം. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ദഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റിയ വേറെ ഒന്നുകൂടി ഞാൻ തരാം. ഇതാ എൻ്റെ കയ്യിലുള്ളത് യുവത അച്ചടിച്ച് പുറത്തിറക്കിയ CP ഉമർ സുല്ലമി അവതാരിക എഴുതി പുറത്തിറക്കിയ KM മൗലവിയുടെ ഫത്വകൾ. KM മൗലവി ആരാ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ തന്നെ കാണാം. ആ പുസ്തകത്തിന്റെ യുവത പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 19-ാമത്തെ പേജിൽ ഹോമമാകുന്ന തദ്കീൻ മന്ത്രം ജപിച്ച് പിശാചുക്കളെ സ്വാധീനപ്പെടുത്തിക്കൊണ്ടാകുന്നു ഈ പറയപ്പെടുന്ന സിഹർ അത് ചെയ്യാറുള്ളത്. കണ്ടോ? അപ്പോ ഇത് പിശാചുക്കളുമായി ബന്ധപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാ ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്കതറിയില്ല. അത് പഠിക്കാൻ കഴിയും. അത് പഠിക്കൽ കുഫറായ സംഗതിയാണ്. ഈ കുഫറായ സംഗതി അത് നിങ്ങൾ മുന്നിൽ പറയണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ചിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ. അത് പഠിക്കുന്ന ആൾ കാഫറായി പോകൂലേ? അപ്പോ ഇതിന്റെ കാര്യകാണ്ഡമെന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ അത് പിശാചുക്കളുമായി ബന്ധപ്പെടുന്ന ഒന്നാണെന്നും ആ പിശാചുക്കളെ വിളിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടാണ് അത് സാഹിർ ഈ പറയപ്പെടുന്ന ആഭിചാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ ശിർക്ക് കടന്നു വരുന്നു എന്നല്ല രേഖപ്പെടുത്തിയത്. അപ്പോ ശിർക്ക് വേറെ, സിഹർ വേറെ, രണ്ടും രണ്ടായിട്ട് പഠിക്കണം. ഇത് പഠിക്കാത്തതിന് പ്രശ്നമാണ്, തകരാറാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. കുഴിപ്പറ സുല്ലമി നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന് ഖണ്ഡനമാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.